പറയിപെറ്റ പന്തിരുകുലത്തിൽപ്പെട്ട നാറാണത്ത് ഭ്രാന്തൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നാറാണത്ത് ഭ്രാന്തൻ വരരുചിയുടെയും പഞ്ചമിയുടെയും 5ാമത്തെ മകനാണെന്നും അല്ല 8ാമത്തെ മകനാണെന്നും അഭിപ്രായമുണ്ട്. കഥകളാകുമ്പോൾ പല പക്ഷങ്ങളുണ്ടല്ലോ. എന്തായാലും വരരുചിയുടെ ഭാര്യയായ പഞ്ചമി എന്ന പറയ സ്ത്രീ പ്രസവിച്ച് ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞായിരുന്നു നാരായണൻ എന്ന നാറാണത്ത് ഭ്രാന്തൻ. ചെർപ്പുളശ്ശേരിക്ക് അടുത്തുള്ള ചെത്തല്ലൂരിൽ ആമയൂർ മനയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യകാലം. അവിടെ നാരായണനായി വളർന്ന ഈ കുഞ്ഞ് 10 വയസ്സായപ്പോൾ വേദപഠനത്തിനായിട്ട് പട്ടാമ്പിക്കടുത്തുള്ള തിരുവേഗപ്പുറയിലെ മനയിലേക്ക് വന്നു. ബാല്യകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഇടത്ത് കാലിൽ മന്ദരോഗം പിടിപെട്ടിരുന്നു. എന്തായാലും ഇങ്ങനെ വേദപഠനം നടത്തുന്നതിനിടയ്ക്കാണ് അദ്ദേഹത്തിന് ചിത്തഭ്രമം പിടിപെടുന്നത്, ഭ്രാന്ത് പിടിപെടുന്നത്. അതോടെ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിൽ മാറ്റം വരികയും അദ്ദേഹം രായിരനെല്ലൂർ മലയാടി വാരത്തിലേക്ക് ഒരു പുതിയ ജീവിതവുമായിട്ട് പ്രവേശിക്കുകയും ചെയ്തു. 500 അടിയോളം വരുന്ന ഒരു മലയായിരുന്നു ഈ രായിരനെല്ലൂർ മല. അതിന് മുകളിലേക്ക് ഒരു കല്ല് ഉരുട്ടിക്കയറ്റലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവൃത്തി. മുകളിൽ വരെ വളരെ കഷ്ടപ്പെട്ട് ഉരുട്ടിക്കയറ്റുന്ന കല്ല് പിന്നീട് താഴേക്ക് ഉരുട്ടും. എന്നിട്ട് അത് കണ്ട് മുകളിൽ നിന്ന് കൈകൊട്ടിച്ചിരിക്കും. മനുഷ്യൻ്റെ സ്ഥിതിയെപ്പറ്റി അവസ്ഥയെപ്പറ്റിയൊക്കെയുള്ള ഒരു ഉദാഹരണമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയെ മറ്റുള്ളവർ പറയാറുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഉപജീവനം ഭിക്ഷയെടുത്തായിരുന്നു. കയ്യിൽ ഒരു ചെമ്പ് പാത്രമുണ്ട്. ഭിക്ഷ യാചിച്ച് അന്നന്ന് കിട്ടുന്ന അരി മുഴുവനും വൈകുന്നേരമാകുമ്പോൾ എവിടെ എത്തുന്നോ അവിടെ വെച്ച് സ്വയം പാചകം ചെയ്ത് കഴിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ്. എവിടെ ഇരുന്നാണോ ഭക്ഷണം കഴിക്കുന്നത് അവിടെ തന്നെ അന്ന് രാത്രി കിടന്നുറങ്ങും. അദ്ദേഹം ഒരു നേരമേ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുള്ളൂ, അതും വൈകുന്നേരം. എന്തായാലും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി നേരം വെളുക്കുമ്പോൾ ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയാവും. അപ്പോഴും വീണ്ടും ഭിക്ഷയെടുക്കും. ഭിക്ഷയെടുത്ത് കിട്ടുന്ന ഭക്ഷണം എവിടെയാണോ വൈകുന്നേരം എത്തുന്നത് അവിടെ വെച്ച് വേവിച്ച് കഴിക്കും. പിന്നെ അവിടെ കിടന്നുറങ്ങും. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദിനചര്യ. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം ഒരു ശ്മശാനത്തിൽ എത്തിച്ചേർന്നു. ശ്മശാനം എന്ന് പറഞ്ഞാൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അടക്കം ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഒരുപാട് മൃതദേഹങ്ങൾ അടക്കിയിട്ടുള്ളതിനാൽ തീയും തീക്കൊള്ളികളും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. മിക്കവാറും ഈ ശവദാഹം നടത്തി കഴിഞ്ഞിട്ട് ബാക്കി കത്താതെ കിടക്കുന്ന വിറക് കഷ്ണങ്ങൾ അവിടെ ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ തനിക്ക് ഭക്ഷണം പാകം ചെയ്യാൻ നല്ല സൗകര്യമായല്ലോ എന്ന് കരുതിയ നാറാണത്ത് ഭ്രാന്തൻ അവിടെ ഉണ്ടായിരുന്ന 3 കല്ലുകൾ എടുത്ത് ഉരുട്ടി ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഒരു അടുപ്പ് കൂട്ടി. എന്നിട്ട് അടുത്തുള്ള നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് അരിയും വെള്ളവും ഒരുമിച്ച് തന്നെ ആ ചെമ്പ് പാത്രത്തിലിട്ട് അടുപ്പത്ത് വെച്ചു. അവിടെ കത്താതെ കിടന്നിരുന്ന കുറേ തീക്കനലുകൾ നീക്കിയെടുത്ത് കുറേ മുറി വിറകുകളും പെറുക്കിയെടുത്ത് തീയിട്ടു. അദ്ദേഹത്തിൻ്റെ ഇടത് കാലിലായിരുന്നു മന്തുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ മന്തുള്ള കാല് പതുക്കെ പൊക്കി അടുപ്പ് കല്ലിന്മേൽ വെച്ച് ചൂടും കൊള്ളിച്ചു. മൂളിപ്പാട്ടും പാടി ഉറക്കം തൂങ്ങി അവിടെ ഇരുന്നു. മഞ്ഞുകാലമായതിനാൽ അങ്ങനെ ഇരുന്ന് തീ കായാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോഴാണ് ഭൂതപ്രേത പിശാചുക്കളോടുകൂടി ആർത്ത് തിമർത്ത് ചുടലഭദ്രകാളി വന്നത്. അവരുടെ അട്ടഹാസങ്ങളും അലർച്ചകളും ഒക്കെ കേട്ടാൽ സാധാരണ മനുഷ്യർ പേടിച്ച് അപ്പം തന്നെ മരിച്ചു പോവും. പക്ഷേ നാറാണത്ത് ഭ്രാന്തന് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ചുടലഭദ്രകാളിയും പരിവാരങ്ങളും വന്നപ്പോൾ പണ്ടെങ്ങും ഇല്ലാത്ത വിധം ഒരു മനുഷ്യൻ ഒരു കൂസലുമില്ലാതെ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ആരാണ് ഇവിടെ ഇരിക്കുന്നത്, വേഗത്തിൽ എഴുന്നേറ്റ് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ ചോദിച്ചു, നിങ്ങൾക്കെന്താ കണ്ണില്ലേ? ഇവിടെ ഇരിക്കുന്ന ആരാന്ന് കണ്ടില്ലേ? ഞാനൊരു മനുഷ്യനാണ്, എനിക്കിപ്പോൾ പോകാൻ നിർവാഹമില്ല. എൻ്റെ അരി വെന്തിട്ടില്ല. അരി വെന്ത് ചോറുണ്ടിട്ട് ഞാനിവിടെ കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഭദ്രകാളി പറഞ്ഞു, ആഹാ അങ്ങനെ പറ്റില്ലല്ലോ, ഞങ്ങൾ നിന്നെ പേടിപ്പിക്കും. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, ആഹാ എന്നാൽ എന്നെ ഒന്ന് പേടിപ്പിച്ച് നോക്ക്, ഞാൻ പേടിക്കുമോ നിങ്ങളൊന്ന് നോക്ക്. ഭദ്രകാളി പറഞ്ഞു, ഞങ്ങൾ പേടിപ്പിച്ചാൽ പേടിക്കാതെ ഈ ഭൂലോകത്ത് ആരുമില്ല. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, എന്നാൽ ഒന്ന് പരീക്ഷിച്ച് നോക്ക്, അറിയാമല്ലോ. ഇത് കേട്ടപ്പോൾ ചുടലഭദ്രകാളിക്കും പരിവാരങ്ങൾക്കും ദേഷ്യം സഹിക്കവയ്യാതായി. എല്ലാവരും കൂടി തീക്കട്ട പോലുള്ള കണ്ണുകൾ തുറിച്ചും ഇഴിച്ചും ചുവന്നു തുടുത്തിരിക്കുന്ന നാവുകളെ വളച്ച് കടിച്ചും ചന്ദ്രക്കല പോലെ വളഞ്ഞ വലിയ പല്ലുകളെ പുറത്തേക്ക് തള്ളിച്ചും വലിയ അട്ടഹാസത്തോടു കൂടിയും നാറാണത്ത് ഭ്രാന്തനെ പേടിപ്പിക്കാനായിട്ട് പാഞ്ഞു ചെന്നെങ്കിലും അദ്ദേഹം ഒട്ടും പേടിക്കാതെ ചിരിച്ചും കൊണ്ട് അവിടെ ഇരുന്നു. ഇത് കണ്ട ചുടലഭദ്രകാളിക്കും പരിവാരങ്ങൾക്കും വല്ലാതെ ലജ്ജ തോന്നി, നാണക്കേട് തോന്നി. അവരെ മുഖം താഴ്ത്തിക്കൊണ്ട് നിന്ന് കളഞ്ഞു. ഭ്രാന്തൻ ചോദിച്ചു, എന്താ പേടിപ്പിച്ച് കഴിഞ്ഞോ? അപ്പോൾ ഭദ്രകാളി പറഞ്ഞു, അങ്ങ് ഒരു സാധാരണ മനുഷ്യനാണെന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്തത് അബദ്ധമായിപ്പോയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളുടെ തെറ്റ് പുറത്ത് മാപ്പാക്കണം.
ദയവ് ചെയ്ത് ഇവിടുന്ന് മാറിത്തരണം. ഞങ്ങൾ ഈ ചുടലയിലാണ് നൃത്തം ചെയ്യാറുള്ളത്, അതിനു വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, അതിനെന്താ, നിങ്ങൾക്ക് നൃത്തം ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല, നിങ്ങൾ നൃത്തം ചെയ്തോ, ഞാൻ ഇവിടുന്ന് ചോറ് വെച്ചുകൊണ്ടിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളാം. അപ്പോൾ ഭദ്രകാളി പറഞ്ഞു, അയ്യോ അത് പറ്റില്ല, മനുഷ്യർ കാണുക ഞങ്ങൾ നൃത്തം ചെയ്യാറില്ല, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ് ഞങ്ങളുടെ നിയമം. അപ്പോൾ ഭ്രാന്തൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ നൃത്തം വേറെ എവിടെയെങ്കിലും പോയി ചെയ്യണം, അല്ലെങ്കിൽ നാളെ ചെയ്യണം, ഞാൻ ഇവിടെ മാറാൻ പോകുന്നില്ല. ഭദ്രകാളി പറഞ്ഞു, അയ്യോ അങ്ങനെ പറ്റില്ല, ഞങ്ങൾക്ക് ഇന്ന് തന്നെ നൃത്തം ചെയ്യണം, അതാണ് പതിവ്. അപ്പോൾ ഭ്രാന്തൻ പറഞ്ഞു, എന്നാൽ പതിവ് പോലെ നൃത്തം ചെയ്യേ, ഞാൻ എന്തായാലും പോകാൻ പോകുന്നില്ല, എനിക്കും ചില പതിവുകളുണ്ട്. ഞാൻ തീയും വെള്ളവും കിട്ടുന്ന ദിക്കിൽ അരി വെക്കും, അരി വെക്കുന്ന ദിക്കിൽ ഉണ്ണും, ഉണ്ണുന്ന ദിക്കിൽ കിടക്കും, അത് ഞാൻ മാറ്റാൻ പോകുന്നില്ല. അങ്ങനെ ഒരു വിധത്തിലും ഈ നാറാണത്ത് ഭ്രാന്തൻ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് ചുടല ഭദ്രകാളിക്ക് തീർച്ചയായി. അപ്പോൾ ഭദ്രകാളി പറഞ്ഞു, അല്ലയോ മഹാനുഭാവ, അവിടുന്ന് ഒരു വിധത്തിലും സമ്മതിക്കാത്തത് കൊണ്ട് ഞങ്ങൾ തന്നെ പോകാം എന്ന് തീരുമാനിച്ചു. പക്ഷെ ഞങ്ങൾ നേരിട്ട് മനുഷ്യരെ കണ്ടുമുട്ടിപ്പോയാൽ അവരെ ശപിക്കുകയോ അനുഗ്രഹിക്കുകയോ ചെയ്യാതെ മാറിപ്പോകാൻ പാടില്ല എന്നും നിയമമുണ്ട്. അങ്ങ് ഇത്ര മഹാനായതുകൊണ്ട് അങ്ങേ ശപിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല, അതുകൊണ്ട് അങ്ങയ്ക്കൊരു അനുഗ്രഹം തരണം എന്നുണ്ട്. അങ്ങയ്ക്ക് എന്താ ആഗ്രഹമുള്ളതെന്ന് പറയൂ, അത് ഞങ്ങൾ ചെയ്തു തരാം. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ അനുഗ്രഹമൊന്നും വേണ്ട, എൻ്റെ ചോറ് വെന്തു, എനിക്ക് ചോറുണ്ടിട്ട് കിടന്നുറങ്ങണം, വേഗം പോയാട്ടെ. അപ്പോൾ ഭദ്രകാളി പറഞ്ഞു, അയ്യോ അങ്ങനെ പറയരുതേ, ദയവായിട്ട് എന്തെങ്കിലും ഒരു വരം ഞങ്ങളോട് ചോദിച്ചേ പറ്റൂ, അതാണ് ഞങ്ങളുടെ നിയമം. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, അയ്യോ ഇത് വലിയ ഉപദ്രവമായല്ലോ, എന്തെങ്കിലും ഒന്ന് വെച്ചുണ്ടാക്കി കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ അതിന് സമ്മതിക്കുന്നില്ല. ശരി, ഒരു കാര്യം പറയൂ, ഞാൻ എന്നാ മരിക്കുന്നത് എന്നൊന്ന് കണക്ക് കൂട്ടി പറയാമോ? അപ്പോൾ ഭദ്രകാളി പറഞ്ഞു, അതിനെന്താ, ഇനി 36 വർഷവും 6 മാസവും 12 ദിവസവും 5 നാഴികയും 3 വിനാഴികയും കഴിയുമ്പോൾ അങ്ങ് മരിക്കും. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, ശരി, നിങ്ങൾക്ക് കൃത്യമായി കണക്കറിയാമല്ലോ, ഒരു കാര്യം ചെയ്യൂ, അതിൽ ഒരു ദിവസം എനിക്കൊന്ന് കൂട്ടിത്തരണം, എനിക്ക് ഒരു ദിവസം കഴിഞ്ഞ് മരിച്ചാൽ മതി. അപ്പോൾ ഭദ്രകാളി പറഞ്ഞു, അയ്യോ അത് ഞങ്ങൾ വിചാരിച്ചാൽ കഴിയുകയില്ല, ഒരു ദിവസമല്ല ഒരു നിമിഷം പോലും ആയുസ് നീട്ടിത്തരാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഭ്രാന്തൻ പറഞ്ഞു, ശരി, നിങ്ങൾക്ക് അത് പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞ ഈ ദിവസത്തിന് ഒരു ദിവസം മുമ്പ് എന്നെ ഒന്ന് കൊന്നു തരാമോ? ഭദ്രകാളി പറഞ്ഞു, അയ്യോ അതും ഞങ്ങൾക്ക് പറ്റില്ല, നിങ്ങളുടെ മരണസമയം മുന്നോട്ടോ പിന്നോട്ടോ നീക്കാൻ ഞങ്ങളെ കൊണ്ടാവതില്ല. അപ്പോൾ ഭ്രാന്തൻ ചോദിച്ചു, ആഹാ, പിന്നെ നിങ്ങളുടെ അനുഗ്രഹം എനിക്കെന്തിനാ? നിങ്ങൾ വിചാരിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം, അതാണ് ആദ്യമേ എനിക്ക് ആഗ്രഹമൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഭദ്രകാളി പറഞ്ഞു, അവിടുന്ന് കൃപയുണ്ടായി ഞങ്ങൾ വിചാരിച്ചാൽ പറ്റുന്ന എന്തെങ്കിലും ഒരു ആഗ്രഹം ചോദിക്കണം, അതല്ലാതെ അങ്ങേ ഇവിടെ വിട്ടിട്ട് പോകാൻ ഞങ്ങളെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ അവസാനം ഭ്രാന്തൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യേ, എൻ്റെ ഇടത് കാലിലുള്ള മന്ത് ഈ വലത് കാലിന്മേലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് പൊക്കോ, അത് നിങ്ങൾ വിചാരിച്ചാൽ കഴിയുമല്ലോ. ഇത് കേട്ട് ചുടല ഭദ്രകാളിയും മറ്റും സന്തോഷിച്ച് അപ്രകാരം അനുഗ്രഹിച്ച് മറിഞ്ഞുപോയി. അങ്ങനെ നാറാണത്ത് ഭ്രാന്തൻ്റെ ഇടത് കാലിലെ മന്ത് വലത് കാലിലാകുകയും ചെയ്തു. നാറാണത്ത് ഭ്രാന്തൻ ഊണും കഴിച്ച് അവിടെ കിടന്നുറങ്ങി. രാവിലെ ആയപ്പോൾ പിന്നെയും കല്ലുരുട്ടി മലയിലേക്ക് കയറ്റാൻ പോവുകയും ചെയ്തു. ഇനി നാറാണത്ത് ഭ്രാന്തനെ പറ്റി മറ്റൊരു കഥ പറയാം. നാറാണത്ത് ഭ്രാന്തൻ സാധാരണ ആൾക്കാരുടെ ശ്രാദ്ധം ഉണ്ണാൻ പോകാറുണ്ടായിരുന്നു. അതിന് അദ്ദേഹത്തിന് ജാതി മത ഭേദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. താണജാതിക്കാരാണെങ്കിലും ഉയർന്ന ജാതിക്കാരാണെങ്കിലും ശ്രാദ്ധം ഉണ്ണാൻ അദ്ദേഹം പോകുമായിരുന്നു. ഇത് കണ്ടുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ണാൻ മറ്റൊരാളും കൂടി ചെന്നു. നാറാണത്ത് ഭ്രാന്തൻ ചെയ്യുന്നതൊക്കെ അതുപോലെ അനുകരിക്കാനാണ് ഇയാൾ ശ്രമിച്ചത്. അങ്ങനെ നാറാണത്ത് ഭ്രാന്തൻ ഉണ്ണാൻ ചെന്ന സ്ഥലത്ത് ഇയാളും കൂടെ ചെന്നു. അവിടെ നിന്ന് നാറാണത്ത് ഭ്രാന്തൻ കഴിച്ചപ്പോൾ ഇയാളും കൂടെ ഇരുന്ന് മൂക്കുമുട്ടെ ഊണ് കഴിച്ചു. എന്നിട്ട് നാറാണത്ത് ഭ്രാന്തൻ അവിടെ നിന്ന് തിരിച്ചിറങ്ങി നടന്നപ്പോൾ ഇയാളും കൂടെ നടന്നു. വഴിയിൽ വെച്ച നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. അപ്പോൾ മറ്റേ ആളും പറഞ്ഞു, എനിക്കും ദാഹം സഹിക്ക വയ്യാതെ ആയിരിക്കുന്നു. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, ആട്ടെ, നിവൃത്തിയുണ്ടാക്കാം. അദ്ദേഹം മുന്നോട്ട് നടന്നു. കുറേ ദൂരം ചെന്നപ്പോൾ ഒരു മൂശാരിയുടെ ആല കണ്ടു. അവിടെ വലിയ ഓട്ടുപാത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഓട്ടുപാത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓട്, അതായത് വെങ്കലം, ചൂളയിൽ കിടന്ന് തിളച്ച് മറിയുന്നുണ്ടായിരുന്നു. നാറാണത്ത് ഭ്രാന്തൻ അങ്ങോട്ട് കയറി ചെന്നിട്ട് ആ ഓട് കൈയും കൊണ്ട് കോരി കുടിക്കാൻ തുടങ്ങി. ഉരുക്കി തിളച്ച് മറിയുന്ന ഓടാണ്, അത് കണ്ടാൽ പോലും പേടി വരും. അതാണ് നാറാണത്ത് ഭ്രാന്തൻ കോരി കോരി കുടിക്കുന്നത്. എന്നിട്ട് കൂടെ വന്ന ആളോട് പറഞ്ഞു, ഞാൻ കുടിച്ചു, ഇനി നിങ്ങൾ നിങ്ങളുടെ ദാഹം തീർത്തോളൂ. അയാൾ പറഞ്ഞു, അയ്യോ ഞാൻ പൊള്ളി ചത്തുപോകും, എനിക്ക് പ്രയാസമായത് കുടിക്കാൻ. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, ഞാൻ ഉണ്ണുന്നിടത്തൊക്കെ എൻ്റെ കൂടെ വന്നുണ്ടാൽ ഞാൻ കുടിക്കുന്നതൊക്കെ കുടിക്കുകയും വേണം. അതോടെ മറ്റുള്ളവർ പ്രവർത്തിക്കുന്നത് നോക്കി അതുപോലെ പ്രവർത്തിക്കുന്നത് അപകടമാണ് എന്ന് അയാൾക്ക് മനസ്സിലായി.
ഇനി നാറാണത്ത് ഭ്രാന്തനെ പറ്റി മറ്റൊരു കഥ കൂടി പറഞ്ഞു തരാം. നാറാണത്ത് ഭ്രാന്തൻ ചിലപ്പോഴൊക്കെ നിലത്തുകൂടി ഉറുമ്പുകൾ അങ്ങനെ പോകുമ്പോൾ അവിടെ കുനിഞ്ഞിരുന്ന് അവയെ എണ്ണാറ് പതിവുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ നാറാണത്ത് ഭ്രാന്തൻ കുനിഞ്ഞു കിടന്ന് ഉറുമ്പുകളെ എണ്ണുകയായിരുന്നു. കുറേ നേരമായിട്ട് ഉറുമ്പുകളെ എണ്ണിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരാൾ നാറാണത്ത് ഭ്രാന്തൻ്റെ അടുക്ക ചെന്നിട്ട് എത്രയായി എന്ന് ചോദിച്ചു. അയാളൊരു തമാശയ്ക്ക് ചോദിച്ചതാണ്. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, ഒരു 10,000 പോയി, ഇനി ഒരു 10,000 ഉണ്ട്, അതും കൂടി പോകണം, എന്നാൽ സുഖമായി. ഈ ചെന്ന് ചോദിച്ച ആൾക്ക് വളരെ കാലമായിട്ടൊരു വയറുവേദനയുണ്ടായിരുന്നു. അതിന് ചികിത്സയ്ക്കും മറ്റുമായിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ഏകദേശം 10,000 രൂപയോളം ചിലവായിട്ടുണ്ടായിരുന്നു. എന്നിട്ടും വയറുവേദന മാറാത്തതിനാൽ ബാക്കിയുള്ള ചികിത്സയ്ക്ക് വേണ്ടി അയാൾ ഒരു 10,000 രൂപ മാറ്റിവെച്ചിട്ടുമുണ്ടായിരുന്നു. നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞതിൻ്റെ സാരം ആ 10,000 കൂടി ചിലവായാൽ ഇയാളുടെ വയറുവേദന സുഖമായി എന്നായിരുന്നു. ഈ അർത്ഥം ആ മനുഷ്യൻ മനസ്സിലാക്കുകയും ശേഷമുണ്ടായിരുന്ന 10,000 കൂടി ചികിത്സയ്ക്കും സൽക്കർമ്മങ്ങൾക്കുമായിട്ട് ചിലവാക്കുകയും ചെയ്തതോടെ അയാളുടെ വയറുവേദന മാറി. നാറാണത്ത് ഭ്രാന്തനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെ പറ്റിയും ഇത്തരം ഒരുപാട് കഥകൾ പ്രചാരത്തിലുണ്ട്. ഇന്നത്തെ കഥ ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.